നമസ്കാരം. 12 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ നിയമക്കുരുക്കുകൾ മറികടന്ന് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരാനിരിക്കെ മരിച്ച ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി ഷിജുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. സൗദിയിൽ അന്തരിച്ച പള്ളിപ്പാട് പുല്ലമ്പട തയ്യിൽ വീട്ടിൽ പരേതനായ കൊച്ചുകുഞ്ഞിൻ്റെ മകൻ ഷിജുവിൻ്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. 12 വർഷമായി നിയമക്കുരുക്കിൽപ്പെട്ട സൗദിയിൽ കുടുങ്ങിയ ഷിജുവിൻ്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളുടെ സങ്കടം ഹൃദയഭേദകമായിരുന്നു. ഷിജുവിൻ്റെ വേർപാട് പള്ളിപ്പാട് ഗ്രാമത്തെയും കണ്ണീരിലാഴ്ത്തി. സൗദിയിലെ ജുബൈലിൽ കഴിഞ്ഞ 5-നാണ് ഷിജു മരിച്ചത്. ഉറക്കത്തിൽ ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം. ജുബൈലിലെ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. പള്ളിപ്പാട് സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് കാത്തലിക്കറ്റ് സിംഹാസന പള്ളിയിലായിരുന്നു സംസ്കാരം. മകൾ ഹെലന് 2.5 വയസ്സുള്ളപ്പോഴാണ് ജോലി തേടി ഷിജു സൗദിയിലേക്ക് പോയത്. സൗജന്യ വിസയിലായിരുന്നു യാത്ര. വിവിധ കമ്പനികളിൽ ജോലി ചെയ്തെങ്കിലും വർക്ക് പെർമിറ്റ് അഥവാ ഇക്കാമ ലഭിക്കാത്തതിനാൽ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. നീണ്ട 12 വർഷമായി നാടണയാനുള്ള പരിശ്രമം ഫലം കണ്ടു തുടങ്ങിയ ഘട്ടത്തിലാണ് ഷിജു മരിച്ചത്. ഷിജുവിൻ്റെ വരവ് പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന ഭാര്യ ബിൻസിക്കും മകൾ ഹെലനും താങ്ങാനാവാത്ത സങ്കടമാണ് ഈ വേർപാട് നൽകിയത്. പിതാവിനെ ജീവനോടെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയതിലുള്ള സങ്കടക്കടലിലായിരുന്നു മകൾ. സൗദി പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലിം ആലപ്പുഴയുടെ ശ്രമഫലമായിട്ടാണ് മൃതദേഹം വേഗം നാട്ടിലെത്തിക്കാനായത്. അതേസമയം സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രതിഭാഗം വക്കീൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട അനസ് അൽ ഷഹരിയുടെ കുടുംബത്തെ കോടതി ഫോണിൽ ബന്ധപ്പെട്ടതായി കുടുംബ വക്കീൽ മുബാറക് അൽ ഖത്താനി പറഞ്ഞതായി റഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂർ അറിയിച്ചു. കുടുംബവുമായി കരാറുള്ള ദിയാധനം സമാഹരിച്ചതായും കുടുംബം മാപ്പ് നൽകാൻ സമ്മതം അറിയിച്ചതായും വധശിക്ഷ റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഏപ്രിൽ 15-ന് പ്രതിഭാഗം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലാണ് കോടതിയിൽ നിന്ന് അനസിൻ്റെ കുടുംബത്തെ വിളിച്ച് പ്രതിഭാഗത്തിൻ്റെ അപേക്ഷയുടെ ആധികാരികത ഉറപ്പിച്ചത്. ഇത് ശുഭസൂചനയായിട്ടാണ് കാണുന്നത് എന്ന് പ്രതിഭാഗം വക്കീലും സഹായ സമിതിയും വിലയിരുത്തി. മോചനത്തിനുള്ള ആദ്യപടിയായി ഗവർണറേറ്റിൻ്റെ സാന്നിധ്യത്തിൽ ദിയാധനം നൽകി മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലൻ്റെ അനന്തരാവകാശികളും കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും ഒപ്പുവയ്ക്കുന്ന അനുരഞ്ജന കരാർ ഉണ്ടാക്കുകയാണ്. കരാറിൽ തുക ബാങ്ക് അക്കൗണ്ട് വഴിയോ സർട്ടിഫൈഡ് ചെക്കായോ എങ്ങനെ നൽകണം എന്ന് വിവരിക്കും. അതനുസരിച്ച് ഇന്ത്യൻ എംബസി തുക നൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഇതിനെല്ലാം ശേഷമായിരിക്കും കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുക.